തൻസീലൻ മിൻ റബ്ബിൽ ആലമീൻ. അല്ല, വിശുദ്ധ ഖുർആൻ്റെ മഹത്വം നമുക്ക് അറിയുന്നതാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്. പക്ഷെ നമ്മളിടക്ക് ഓർമ്മ പുതുക്കേണ്ടതാണ്. അല്ലെ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കിതാബ് ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ്. ഇത് അള്ളാഹുവിൻ്റെ സംസാരമായി നമ്മുടെ കയ്യിലുള്ള കിതാബാണ്. എത്ര മഹത്വമുള്ളതാണിത്. നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അയാൾ എഴുതിയ ഒരു കത്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ആരാണോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, നമ്മുടെ ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, അവർ നമുക്കൊരു കത്ത് എഴുതി വെച്ചിട്ട് ആൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് അയാളോട് സംസാരിക്കാൻ വകുപ്പില്ല, അയാളുടെ സംസാരം കേൾക്കാൻ മാർഗമില്ല. അപ്പോൾ ആ എഴുത്ത് അല്ലെങ്കിൽ ആ ശബ്ദം അതിനോട് നമുക്ക് എത്ര അടുപ്പമുണ്ടായിരിക്കും. വലില്ലാഹിൽ മസലുൽ അഅല. അള്ളാഹുവിനെ ഈ സൃഷ്ടികൾ താരതമ്യം ചെയ്യുകയല്ല. എന്താണ് ഇവിടെ പരസ്പര ബന്ധം, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ പൊതുവായിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ആ വ്യക്തിയുടേതായി വേറെ ഒന്നും നമ്മുടെ കയ്യിൽ അവർ സംസാരമായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങേയറ്റം അതിന് പ്രാധാന്യം കൊടുക്കും, അങ്ങേയറ്റം അതിനോടൊരു താല്ലുക്ക് കാണിക്കും. അതിനേക്കാൾ ഇരട്ടി ഇരട്ടി നമ്മൾ വിശുദ്ധ ഖുർആനോട് ബന്ധം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ തഹറത് ഖുലൂബുക്കും മാ ശബഅതും മിൻ കലാമി റബ്ബിക്കും. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ കലാമ് അതുകൊണ്ട് വയർ നിറയുകയില്ല, മടുക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഓതി മടുക്കുകയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ ഉണ്ടായത് അക്കാലത്തായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുള്ള ഷർറുണ്ട്, അതുപോലെ തന്നെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ വലിയ കുടുംബമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവനായി ഓതിയിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന കാര്യത്തിലുള്ള യഖീൻ, അതാണ് ത്വഹറത്ത് ഖുലൂബുക്കും എന്ന് പറയുന്നത്. മനസ്സിൽ വസ്വാസില്ല, മനസ്സിൽ ശക്കില്ല, നിഫാഖില്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മടുക്കുകയില്ല. അപ്പോൾ ഖുർആനോട് എത്ര ഹുബ്ബുണ്ട്, എത്ര ബന്ധമുണ്ട്, അത് നമ്മുടെ ഈമാൻ്റെ ഒരു അളവുകോലാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന് സ്ഥാനം കൊടുക്കുക. അത് ഓത്ത് മാത്രമല്ല, ഏറ്റവും പ്രധാനം ഖുർആനെ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ല, ഖുർആനിലെ കൽപ്പനകൾ, ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് കേട്ടാൽ സമിഅ്നാ വഅതഅന, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ ധീരനായിരുന്നു. നമുക്കറിയാം അല്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പല സമയത്തും അദ്ദേഹത്തിൻ്റെ ധീരതയുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കറിയാം. യുദ്ധങ്ങളിലാണെങ്കിലും, യുദ്ധങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുന്ന സമയത്ത് വരെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൽ അപ്പുറത്ത് കർശനമായ നിലപാടുകൾ എടുക്കുമായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയിരുന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട്. അത്രയും വലിയ ധീരനായിരുന്നു. പക്ഷേ കാന വഖാഫൻ ഇൻദ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബ് അതിൻ്റെ അടുത്ത് അദ്ദേഹം നിൽക്കും എന്ന് പറഞ്ഞാൽ ആവേശവും ധീരതയുമൊക്കെ ഖുർആൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അവസാനിക്കും. ഒരു ചരിത്ര സംഭവം കാണാം. ഒരു താബിഈ അദ്ദേഹം ഒരു കേസ് പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി. അപ്പോൾ രണ്ടുപേരുണ്ട് അവർ. ഒരാൾ സംസാരിച്ചു. അയാൾ സംസാരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് അപമര്യാദയായി എന്തോ പറഞ്ഞു. അയാൾക്കറിയില്ല ഉമറിനെ പറ്റി. അങ്ങനെ പറഞ്ഞപ്പോൾ അടിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു കൈ വാങ്ങി. അപ്പോൾ കൂടെ വന്നയാൾ പറഞ്ഞു, ഇദ്ദേഹം ജാഹിലാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് വഅഅ്റിദ് അനിൽ ജാഹിലീൻ എന്നാണ്. ജാഹിലീങ്ങളെ ഒഴിവാക്കുക, അവരെ വിട്ടുകളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അവിടെ അടങ്ങി നിന്നു. ഇത് സ്വഹീഹായി വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സീറയിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സലഫുകളുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്ത് ഓരോ ആയത്തിറങ്ങുമ്പോൾ അവരത് അനുസരിച്ചിരുന്ന രീതി, അമൽ ചെയ്തിരുന്ന രീതി അല്ലേ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സദഖ ചെയ്യുന്നത് വരെ നിങ്ങൾ നന്മ ചെയ്തു, പുണ്യം നേടി എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അഥവാ നിങ്ങൾ ചെയ്തത് ശരിക്കുള്ള പുണ്യമാവണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ത്യജിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പലരും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എനിക്ക് ഇന്ന സ്ഥലത്തൊരു തോട്ടമുണ്ട്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം. കുറേ തോട്ടമുണ്ട്, അത് ഇന്ന തോട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് അത് ഞാൻ സദഖ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് സദഖ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അടിമകളുണ്ടായിരുന്നു. അടിമകളുടെ കൂട്ടത്തിൽ നല്ല അടിമയായിട്ട് ഒരാൾ തോന്നിയാൽ, ഒരാൾ കുറച്ച് ഉഷാറായിട്ട് തോന്നിയാൽ അയാളെ സ്വതന്ത്രനാക്കും, സദഖ ചെയ്യും. അങ്ങനെ അടിമകൾ എന്ത് ചെയ്യും, ഇബ്നു ഉമറിനെ കണ്ടാൽ അവർ കുറച്ച് നമസ്കാരത്തിലൊക്കെ സജീവമായിട്ട് പള്ളിയിൽ നേരത്തെ വരും. അതുപോലെ തന്നെ ദീനിയായി അവർ നല്ല പെരുമാറ്റം കാണിക്കും, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ വെറുതെ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിരുന്നു അവർ അമൽ ചെയ്തത്. അതുപോലെ തന്നെ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുൽ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ബനാതിക വനിസാഇൽ മുഅ്മിനീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ റഹിമല്ലാഹു നിസാഅൽ അൻസാർ,
അൻസാരികളായ സ്ത്രീകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആയിഷ റളിയല്ലാഹു പറയുകയാണ്, ഈ ആയത്തിറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ പുതപ്പുകൾ കീറി അവർ ഹിജാബാക്കി മാറ്റി. അപ്പോൾ അവർക്ക് മുഴുവനായിട്ട് മറക്കുന്ന വസ്ത്രങ്ങളില്ല, വളരെ ദാരിദ്ര്യത്തിലാണ്. പക്ഷേ ആയത്തിറങ്ങിയപ്പോൾ അവരുള്ള പുതപ്പും വിരിപ്പൊക്കെ കീറിയിട്ട് അത് ഹിജാബാക്കി മാറ്റി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അങ്ങനെ ആണും പെണ്ണും കുട്ടികളും മുതിർന്നവരും എല്ലാം അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമായിരുന്നു. അതാണ് ഖുർആനോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിക്കലാണ്. അതിനുള്ള വസീലയാണ്, അതിനുള്ള മാർഗ്ഗമാണ് ധാരാളം ഓതുക എന്നുള്ളത്, അതുപോലെ ഹിഫ്ലാക്കുക എന്നുള്ളത്. അത് ഖുർആനെക്കുറിച്ച് ചിന്തിക്കാനും, അല്ലെ ഒരാളിപ്പോൾ ഹിഫ്ലാക്കിയിട്ടുണ്ട്, ഇഖ്ലാസോടുകൂടി ഹിഫ്ലാക്കിയ ഒരാളാണെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ അങ്ങനെയുള്ള ആളുകളല്ല. ഇഖ്ലാസോടുകൂടി ഖുർആനെ ഹിഫ്ലാക്കിയ ഒരാൾ ദിവസം ഒരു 2 ജുസ് ഓതുന്നുണ്ട് അല്ലെങ്കിൽ 3 ജുസ് ഓതുന്നുണ്ട്, അയാൾക്ക് ഖുർആൻ അതിനായിട്ട് പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഇഖ്ലാസോടു കൂടിയാണ് ഓതുന്നത്, വേറെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല. ദിവസം അയാൾ 2 ജുസ് ഓതിയിട്ട് ഹിഫ്ള് നിലനിർത്തുന്നുണ്ട്, നിലനിൽക്കുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ഈ ആയത്തൊക്കെ ഓതിയ ഒരാൾ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? സാധിക്കില്ല. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും വൈലുൽ മുസല്ലീൻ എന്നുള്ള ആയത്തറിയാം. പക്ഷേ മാസത്തിൽ 2 പ്രാവശ്യം ഇതിങ്ങനെ ഒറ്റക്ക് അള്ളാഹ്ക്ക് വേണ്ടി ഓതുന്ന ഒരാളും മറ്റുള്ള ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അയാൾക്ക് ഇതിനെ ലംഘിക്കാൻ, ഈ ആയത്തിനെതിരെ ചെയ്യാൻ ചെറിയൊരു തടസ്സമുണ്ടായിരിക്കും, അത് അയാളെ സ്വാധീനിക്കും. അപ്പോൾ ഹിഫ്ലാക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ലക്ഷ്യം അമൽ ചെയ്യുക എന്നുള്ളതാണ്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, ഉൻസിലൽ ഖുർആൻ ലിയുഅമല ബിഹി, ഖുർആൻ അവതരിച്ചത് അമൽ ചെയ്യാൻ വേണ്ടിയാണ്, ഇതിലെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയാണ്. ഒത്തഖദന്നാസു തിലാവതഹു അമല, പക്ഷെ ജനങ്ങൾ അത് ഓതുക എന്നുള്ളതിനെ ഒരു അമലാക്കി മാറ്റി. ഓതിയാൽ മതി, അതോടുകൂടി ഖുർആനുമായിട്ടുള്ള ബന്ധം തീർന്നു എന്ന ആളുകൾ ധരിച്ചിരിക്കുന്നു. അത് ശരിയല്ല. പക്ഷെ ഓതുക എന്നുള്ളത് ഇഖ്ലാസോടുകൂടിയാണ് ഓതുന്നതെങ്കിൽ അത് തീർച്ചയായും അമൽ ചെയ്യാൻ വളരെയധികം സഹായിക്കും. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അവരുടെ മുമ്പുള്ള തലമുറയൊക്കെ, അവരുടെ കൂട്ടത്തിൽ ധാരാളം ഖുർആൻ ഓതുന്ന ആളുകൾ, അവരിൽ അതിൻ്റെ അടയാളം കാണാൻ പറ്റും. അവരായിരിക്കും കൂടുതൽ ഖുർആൻ അനുസരിക്കുന്നവർ, അവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് ഓതുകയും അതുപോലെ തന്നെ അമൽ ചെയ്യുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും, ഇങ്ങനെ ഏതൊക്കെ രീതിയിലും ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്യുക, ഏത് രോഗത്തിനാണെങ്കിലും, ശാരീരികമായ രോഗങ്ങളാണെങ്കിലും മാനസികമായ രോഗങ്ങളാണെങ്കിലും ഖുർആനിൽ നിന്ന് ശിഫ തേടുക, ഖുർആനിലേക്ക് വിധി തേടുക. തഹാക്കും, രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി, ഇപ്പോൾ ഈ വിഷയത്തിൽ ഖുർആനിൽ എന്തെങ്കിലും ഹുക്കുമുണ്ടോ? ഖുർആനിലെ ഹുക്കുമിൻ്റെ വിശദീകരണമാണ് ഹദീസുകൾ, അല്ലെ? ഹദീസുകളെല്ലാം വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ദീനിൽ, ശരീഅത്തിൽ ഈ തർക്കത്തിൻ്റെ പരിഹാരം എന്താണ്, അതന്വേഷിക്കുക, അനുസരിക്കുക, ഇതൊക്കെയാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ തെളിവുകൾ.